ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. എവിടെ നിന്നാണ് കർത്താവിൻ്റെ ദൂതൻ ബോക്കീമിലേക്ക് ചെന്നത്? എ. ഷീലോ, ബി. ജോർദാൻ, സി. ഗിൽഗാൽ, ഡി. ഷെക്കേം. ഉത്തരം സി. ഗിൽഗാൽ. ചോദ്യം 2. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് കർത്താവ് ദൂതൻ വഴി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? എ. ഫറവോയുടെ നാട്ടിൽ നിന്ന്, ബി. കാനാൻ ദേശത്ത് നിന്ന്, സി. മരുഭൂമിയിൽ നിന്ന്, ഡി. ഈജിപ്തിൽ നിന്ന്. ഉത്തരം ഡി. ഈജിപ്തിൽ നിന്ന്. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് ഇസ്രായേൽ ജനം ബലിയർപ്പിച്ചത് എവിടെ? എ. സീനായി മലയിൽ, ബി. ജോർദാനിൽ, സി. ജെറീക്കോയിൽ, ഡി. ബോക്കീമിൽ. ഉത്തരം ഡി. ബോക്കീമിൽ. ചോദ്യം 4. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചപ്പോൾ അവർ ഓരോരുത്തരും എന്ത് കൈവശമാക്കാനാണ് പോയത്? എ. കാനാൻ ദേശം, ബി. അവകാശമായി ലഭിച്ച ദേശം, സി. ഗിലയാദ്, ഡി. ലബനോൻ. ഉത്തരം ബി. അവകാശമായി ലഭിച്ച ദേശം. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ജോഷുവയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? എ. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനും, ബി. ദൈവപുരുഷനായ ജോഷുവ, സി. ദൈവപുരുഷനും നൂനിൻ്റെ മകനും, ഡി. കർത്താവിൻ്റെ ദാസനും ദൈവപുരുഷനും. ഉത്തരം എ. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനും. ചോദ്യം 6. എത്രാമത്തെ വയസ്സിലാണ് ജോഷുവ മരിച്ചത്? എ. 100 വയസ്സിൽ, ബി. 110 വയസ്സിൽ, സി. 120 വയസ്സിൽ, ഡി. 90 വയസ്സിൽ. ഉത്തരം ബി. 110 വയസ്സിൽ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 7. ജോഷുവയെ അടക്കം ചെയ്തത് എവിടെ? എ. മെസോപ്പൊട്ടാമിയയിൽ, ബി. ഷീലോയിൽ, സി. ഗിൽഗാലിൽ, ഡി. തിമ്നാത്ത് ഹെറസിൽ. ഉത്തരം ഡി. തിമ്നാത്ത് ഹെറസിൽ. ചോദ്യം 8. ഗാഷ് പർവ്വതത്തിനു വടക്കുള്ള മലനാട് ഏത്? എ. എഫ്രായിം, ബി. ലെബനോൻ, സി. റാമ, ഡി. ബഥേൽ. ഉത്തരം എ. എഫ്രായിം. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം അനുസരിച്ച് ഇസ്രായേൽ ജനം സേവിച്ചത് ആരെ? എ. കർത്താവിനെ, ബി. ജോഷുവയെ, സി. മോശയെ, ഡി. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ഉത്തരം ഡി. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചോദ്യം 10. കർത്താവ് ശപഥം ചെയ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം എന്താണ് ഇസ്രായേൽ ജനത്തിന് എതിരായിരുന്നത്? എ. അന്യജനതകൾ, ബി. കർത്താവ്, സി. കർത്താവിൻ്റെ കരം, ഡി. ദൈവം. ഉത്തരം സി. കർത്താവിൻ്റെ കരം. ചോദ്യം 11. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? എ. ബോക്കീമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്, ബി. ബാലിനെ ആരാധിക്കുന്നു, സി. ജോഷുവയുടെ മരണം, ഡി. ഷെക്കേമിലെ ഉടമ്പടി. ഉത്തരം സി. ജോഷുവയുടെ മരണം. ചോദ്യം 12. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? എ. 20, ബി. 23, സി. 21, ഡി. 24. ഉത്തരം ബി. 23. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.